പക്ഷേ 272 ഇന്ത്യയിലെ വിശിഷ്ട വ്യക്തികൾ, 272 പേര്. ആ വിശിഷ്ട വ്യക്തികളിൽ 16 വിരമിച്ച ജഡ്ജിമാർ, 123 റിട്ടയർ ചെയ്ത ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നവർ, 14 മുൻ സ്ഥാനപതിമാർ, നമ്മുടെ അംബാസഡർമാർ, 133 പട്ടാള ഓഫീസർമാർ. ഇങ്ങനെയാണ് 272 വരുന്നത്. ഈ 272 വിശിഷ്ട വ്യക്തികൾ രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്ത് എഴുതിയിരിക്കുന്നു. അതാണ് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നത്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ നിരന്തരം ഭരണഘടനാ സ്ഥാപനങ്ങളെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇയാൾ ആദ്യം നമ്മുടെ പട്ടാളത്തിനെ ആക്രമിച്ചു, മറ്റേ അഗ്നിവീർ എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ. അത് കഴിഞ്ഞ് ഇയാൾ ജുഡീഷ്യറിയെ ആക്രമിക്കാൻ തുടങ്ങി. ഇയാൾ പാർലമെന്റിനെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരെ വോട്ട് കൊള്ള എന്നും പറഞ്ഞ് ഇയാൾ തിരിഞ്ഞിരിക്കുന്നു. TN ശേഷനെയും N ഗോപാലസ്വാമിയൊക്കെയുള്ള വിശിഷ്ടരായ ആളുകൾ ശക്തിപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അതിനെതിരെയാണ് ഇയാള് ജനവിശ്വാസം തകർക്കാൻ വേണ്ടി, ജനവിശ്വാസത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെക്കെതിരെ നീങ്ങുകയാണ്. രാഹുൽ ഗാന്ധി ഒരു അട്ടിമറിക്കാരൻ ആയി പരിണാമപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടനയിൽ മറ്റേ ഭാവന ചെയ്ത് നമ്മുടെ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിനെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സത്യമായിരിക്കണം. പക്ഷേ രാഹുൽ ഗാന്ധിയുടേത് അടിസ്ഥാനമില്ലാത്ത വാചാടോപം, റെട്ടറിക്, ബേസ്ലെസ് റെട്ടറിക്, അടിസ്ഥാനമില്ലാത്ത വാചാടോപം മാത്രമാണ് എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ റെട്ടറിക് എന്ന് പറഞ്ഞ വാക്ക് ഈ തുറന്ന കത്തിൽ ആവർത്തിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് നിരന്തരമായ ഗൂഢാലോചനയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി കൊണ്ടിരിക്കുന്നത് എന്നിവർ പറഞ്ഞിട്ടുണ്ട്. ഈ തുറന്ന കത്തിൻ്റെ ശീർഷകം അസോൾട്ട് ഓൺ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് എന്നാണ്. ദേശീയ ഭരണഘടനാ അധികാര സ്ഥാപനങ്ങൾക്ക് മുകളിലുള്ള ആക്രമണം എന്നാണ്. വിഷലിപ്തമായ വാചക കസർത്താണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെനമസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, പ്രകോപനപരവുമാണിത്. വെറുതെ പ്രകോപനം, തെളിവില്ലാതെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ നയപരമായ ഒരു ബദൽ ഒരു പ്രതിപക്ഷ നേതാവിന് മുന്നോട്ട് വെക്കാം. ഇയാൾക്ക് നയപരമായ, രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ടാ, നയപരമായ ബദലൊന്നും മുന്നോട്ട് വെക്കാനില്ല, മുന്നോട്ട് വെക്കുന്നില്ല. എന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 272 വിശിഷ്ട വ്യക്തികളുടെ ഈ പ്രസ്താവനയിൽ അടിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ജസ്റ്റിസ് SN ദിൻഗ്ര, മുൻ ഹൈക്കോടതി ജഡ്ജി, ജാർഖണ്ഡിലെ മുൻ DGP നിർമ്മൽ കൗർ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളവരുടെ പട്ടിക അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് 272 വ്യക്തികൾ വന്നിരിക്കുന്നത്. നമുക്കും പലപ്പോഴും തോന്നുന്നതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിക്ക്, തോറ്റയാൾക്ക് അല്ലേ, ഒരു തെരഞ്ഞെടുപ്പ് ഹർജി കൊടുക്കാം. അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ചെയ്യണം. വോട്ടർ പട്ടിക വന്നാൽ 45 ദിവസത്തിനകം അല്ലേ പരാതി ബോധിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. കോൺഗ്രസിനാണെങ്കിൽ ഏജന്റുമാര്, ഇതിന് ജനാധിപത്യ നമ്മുടെ നിയമപ്രകാരം അല്ലേ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ, വോട്ടർ രജിസ്ട്രേഷൻ ആക്ട്, ഇതൊക്കെ ഉണ്ട്. അതിലുള്ള വകുപ്പ് 20 തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നിയമം ഒന്നും രാഹുൽ ഗാന്ധിക്ക് ബാധകമല്ല. അണ്ടർ ഓത്ത് വേണം ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ഓടുകൂടി വേണം ഈ തെളിവുകൾ ഇലക്ഷൻ കമ്മീഷനിൽ പോയി കൊടുക്കണം. പോയി കൊടുത്താൽ തന്നെ ചവിട്ടുകൊട്ടയിൽ ഇടുകയാണ് വേണ്ടത്. കാരണം ഇയാൾ അതിൻ്റെ
സമയക്രമമൊന്നും പാലിച്ചിട്ടില്ല. തെളിവുകൾ മുഴുവൻ പൊട്ടത്തരമാണെന്ന് പത്രങ്ങൾ രാഖിരാമായണം തെളിയിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ഹരിയാനയിലും 61 ആളുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് 61 ആളുണ്ട്, 501 ആളുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 200ഓളം വീടുകളും ഉണ്ട്, ആളുകൾ താമസിക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനെ ഇത് മുഴുവൻ പൊട്ടത്തരമാണെന്ന് തെളിഞ്ഞാണ്. ആ മഹാദേവ്പുര അതും അങ്ങനെ തന്നെ തെളിഞ്ഞാണ്. ഇയാള് ആദ്യം കർണാടക, പിന്നെ ഹരിയാന. ഇതേ പ്രശ്നങ്ങൾ ഇയാളുടെ റായ്ബറേലിയിലും ഉണ്ട് എന്നുള്ളതും വോട്ടർ പട്ടിക നോക്കിയാൽ നമുക്ക് കാണാം. വിലാസം 0 എന്ന് എഴുതിയിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ 272 വിശിഷ്ട വ്യക്തികൾ, ഈ രാഹുൽ ഗാന്ധി ഈ അട്ടിമറിക്കാരനാണ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളുടെ ഈ 272 പേര് ഇന്ത്യൻ ജനതയുടെ ഒരു പരിച്ഛേദമല്ലേ? ആയിരിക്കണം. ഈ 272 പേര് ആരൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ലിസ്റ്റ് മുഴുവൻ നോക്കാനുള്ള നേരമില്ല. പക്ഷേ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയെ പല മേഖലകളിൽ റെപ്രസെൻ്റ് ചെയ്ത ആളുകൾ, പലപ്പോഴും ഇന്ത്യക്കാരുടെ മനസ്സിൽ ഉയരുന്ന ഒരു സന്ദേഹമോ മുറവിളിയോ ഒക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ വിവാദങ്ങളൊക്കെ, ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു കാര്യം വളരെ ശരിയാണ് കേട്ടോ സാർ. ജനാധിപത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായ ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യത്തിന് കോടതിയിൽ പോയി, എനിക്കെതിരായൊരു വിധി വന്നു, അന്ന് മുതൽ എൻ്റെ അടുത്ത പ്രസ്താവന കോടതികളെ ശരിയല്ല എന്നാണ്. പിന്നെ ഞാൻ ആരെല്ലാം വിശ്വാസം അർപ്പിക്കുന്നത്? ഭരണഘടനാപരമായി എനിക്ക് നീതി തേടാവുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ പലരുടെയും സ്വഭാവം അത്. എനിക്ക് അനുകൂലമായ വിധി വരുമ്പോൾ കോടതികൾ ഉഷാർ, എനിക്കെതിരായ വിധി വന്നാൽ പിന്നെ കോടതി ബൂർഷ കോടതി, കോടതി തൊലയട്ടെ എന്നായി മുദ്രാവാക്യം. ഇത് ഇങ്ങനെയാണ്, നമുക്ക് എല്ലാത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വീഴ്ച വന്നാൽ അത് കറക്റ്റ് ചെയ്യാവുന്ന മെഷറുണ്ട്. ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം വോട്ടർ പട്ടികയിൽ കൃത്രിമം വന്നു, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ അവിഹിതമായി, മീൻസ് അന്യായമായി വരാൻ പാടില്ലാത്തവർ വന്നു, വരേണ്ടവർ വന്നില്ല എന്നാണല്ലോ ആക്ഷേപം. സത്യത്തിൽ ആ പരാതി എവിടുന്നാണ് തുടങ്ങേണ്ടത്? അത് ബൂത്ത് ലെവലിൽ തുടങ്ങേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ആരായാലും, ഇന്ത്യയിലെ എല്ലാ പാർട്ടിക്കാരും അതാത് ബൂത്ത് തലത്തിൽ നടത്തേണ്ട ജനാധിപത്യ പ്രക്രിയയാണ് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പണിയേ അല്ല. ഇലക്ഷൻ കമ്മീഷൻ ഡൽഹിയിൽ ഇരുന്നിട്ടാണ് ഈ വോട്ടർ പട്ടികയിൽ മുഴുവൻ ചേർക്കുന്നതും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നിർവാചൻ സദൻ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ഒരു ഓഫീസ് ഉണ്ട്. അതെ. ബാക്കി മുഴുവൻ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത്. അതെ. ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവർ ഈ പറയുന്നതിൽ ഞാൻ അതിന് ഒരു മറുവശം കാണാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, IAS കാരനാവാം. അത് കഴിഞ്ഞാൽ പിന്നെ ജില്ലാതലത്തിൽ കലക്ടറാണ്, കളക്ടറേറ്റിൽ ഒരു ഡെപ്യൂട്ടി കലക്ടർ ഇലക്ഷൻ, അറിയാലോ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള തഹസിൽദാർമാരാണ്, പിന്നെ വില്ലേജ് ഓഫീസർമാരാണ്. ഇവരെയൊക്കെ സ്വാധീനിക്കുന്നവരുണ്ടാകാം. അതാത് പ്രദേശത്ത് സ്വാധീനമുള്ളവർ, വില്ലേജ് ഓഫീസർ വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ ചിലപ്പോൾ കെട്ടുമെന്ന് വരും. പക്ഷേ അത് അവിടെ വെച്ച് തന്നെ തടയേണ്ടത് ആരാ? അവിടുത്തെ എതിർകക്ഷികളുടെ, പ്രതിപക്ഷത്തിൻ്റെ എതിർകക്ഷികളുടെ ബൂത്ത് ഏജന്റുമാരാണ്. അവരാണല്ലോ തീർക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി താഴെ തലത്തിൽ ചെയ്യേണ്ട പണി ചെയ്യാതെ ഇദ്ദേഹം എവിടുന്നെങ്കിലും കുറേ തെളിവുകൾ അഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഡൽഹിയിലെ പത്രസമ്മേളനം നടത്തി, കോൺഗ്രസ് ഓഫീസിൽ പത്രസമ്മേളനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ പരാജയമാണ്. ഒന്നാമത്തെ കാര്യം. ഇതിൽ രണ്ടാമത്തെ ഒരു ഘടകം എന്താ വെച്ചാൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചോ. അപ്പോൾ എലൻ മസ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതിലെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിവാദം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഞാൻ കണ്ടിരുന്നു, ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒരു സിസ്റ്റം റോട്ടണായിരിക്കുന്നു, ചീഞ്ഞു പോയിരിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത നടപടി എന്താ? നിങ്ങൾ EVM വേണ്ടാന്ന് പറയൂ, EVM ഉപേക്ഷിക്കൂ. എന്നിട്ട് അമേരിക്കൻ മോഡലിൽ ബാലറ്റ് പേപ്പറിൽ അത് മതി എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് പറഞ്ഞുകൂടെയെന്നാ. അതാരും പറയുന്നില്ല. കാരണം ഇതിൽ അങ്ങനെ ബേസിക് ആയിട്ടൊരു കുറ്റകൃത്യം ഒരു ആർക്കും നിഷേധിക്കാനില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇത് എന്താ കർണാടകയിൽ പറയാത്തത്? അതായത് എൻ്റെ മനസ്സിലും വന്നത് എന്താണ്, ഇപ്പോൾ പിണറായി വിജയൻ ഇവിടെ മാറി മാറി നടക്കുന്ന, ഇവിടെ UDF LDF പറയില്ലല്ലോ. കാരണം ഇവർ മാറി മാറി ജയിക്കുന്നുണ്ട്. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കർണാടകയിലും ഒക്കെ നടത്തിയത്, കേരളത്തിലൊക്കെ നടത്തിയത്. ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത അതല്ലേ? തോൽക്കുമ്പോൾ ജനാധിപത്യം തന്നെ ശരിയല്ല, തോൽക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ശരിയല്ല, ഞാൻ ജയിച്ചാലോ ഇതെല്ലാം ശരിയുമാണ് എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധതയാണ്. ഞാനല്ലാത്ത ഒരാൾ, ഇപ്പോൾ എനിക്ക് ആശയപരമായി കണ്ടുകൂടാത്ത ഒരാളാണ് നരേന്ദ്രമോദി ജയിച്ചാൽ പിന്നെ പ്രധാനമന്ത്രിയെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ്? എനിക്കിഷ്ടമില്ലാത്തവർക്ക് നാട് ഭരിക്കാനുള്ള അവകാശമാണല്ലോ ജനാധിപത്യം, അല്ലെങ്കിൽ രാജാധിപത്യം മതിയല്ലോ. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുഴപ്പത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു പക്ഷേ 272 പേര് അല്ലേ, സത്യത്തിൽ ജനങ്ങളെ പുച്ഛിക്കുക. കാരണം ബീഹാറിൽ അവസാന ദീപങ്കർ ഭട്ടാചാര്യ എന്ന് പറഞ്ഞൊരു പീറ നക്സല് 3 ലക്ഷം
പേര് കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കണക്ക് കണ്ടില്ലേ? വോട്ടർ പട്ടിക എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. 3 ലക്ഷം പേരാണോ കൂടുതൽ വോട്ട് ചെയ്തത്? അവിടെ മാസീവ് തരംഗമല്ല. അതല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ വിശദീകരിച്ചല്ലോ കൃത്യമായിട്ട്, അതിലൊന്നും കാര്യമില്ല. അപ്പൊ ഇതിലിപ്പോ ദയനീയമായിട്ട് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഈ പറഞ്ഞതിൽ വല്ല ശരിയുമുണ്ട് എന്ന് ബീഹാറിലെ ജനങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ അത് ഇലക്ഷനിൽ കാണണ്ടേ, വോട്ടിൽ കാണണ്ടേ? ഇപ്പോൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും യാതൊരു വിശ്വാസ്യതയും ഇല്ലാതായി തീരുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ ആലോചനകൾ, അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യണോ അദ്ദേഹത്തെ മാറ്റുകയാണോ വേണ്ടത് തുടങ്ങിയ ആലോചനകൾ വരെ തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളൊരു പ്രതികരണം. രാഹുൽ ഗാന്ധി ഒട്ടും ശരിയല്ല എന്ന് ജനങ്ങളും കൂടി വിളിച്ചു പറയുന്നു എന്ന് കൂട്ടിയാൽ മതി. ഈ 272 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ ഇത്രയും കോടി ജനങ്ങളുടെ അത്രയും കോടി ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനായിട്ട് എടുത്താൽ മതി. അങ്ങനെ വേണത് പരിഗണിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.